ഒരു ക്രിസ്ത്യൻ ഫാമിലി, നോ ചിൽഡ്രൻ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇഫ് സംതിങ് ഹാപ്പൻ ടു ദ ഹസ്ബൻഡ്, അപ്പോൾ വൈഫിന് ഐഡിയലി കിട്ടുന്നത് എന്താണ്? 100% കിട്ടേണ്ടതാണ് അല്ലേ? വൈഫിന് ആകെ 50% കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് നിയമം. ബില്ല് എഴുതാത്തതുണ്ട്. കാരണം ആള് മരിക്കുന്നത് ബില്ല് എഴുതിയ, കാരണം ബില്ല് എഴുതാത്ത സാഹചര്യത്തിലാണ് ഇത് നിയമം വരുന്നത്. ബില്ല് എഴുതി കഴിഞ്ഞാൽ വിൽ ഹാവ് എ ഡിഫറെന്റ് ഗവർണൻസ്. ബാക്കി 50% സിബ്ലിംഗ്സിന് പോകും. ഹസ്ബൻഡിന് പാരന്റ്സ് ഉണ്ടെങ്കിൽ, ഫാദർ ഉണ്ടെങ്കിൽ ഫാദറിന് പോകും. ക്രിസ്ത്യൻ ഫാമിലിയിൽ ഫാദർ ഇല്ലെങ്കിൽ ടെക്നിക്കലി മദറിനും സിബ്ലിംഗ്സിനും. നോർമലി ആ ഒരു ഏജിൽ പോകുമ്പോൾ പാരന്റ്സ് ഉണ്ടാവില്ല. ഒബ്വിയസ്ലി പാരന്റ്സ് ഉണ്ടാവില്ല. ആളുടെ ഒരു ഏജ് വെച്ച് നോക്കുമ്പോൾ പാരന്റ് ഉണ്ടാവും, പക്ഷേ സിബ്ലിംഗ്സ് ഉണ്ടാവും. ബാക്കി റിലീജിയൻസിൽ എങ്ങനെ? ഫോർ എക്സാമ്പിൾ ഹിന്ദു വിൽ കം ഇൻ എ ഡിഫറെന്റ് സിനാരിയോ. ഫോർ എക്സാമ്പിൾ ഹിന്ദു വരുവാണെങ്കിൽ ഇതേപോലെ മക്കളില്ല, വൈഫുണ്ട്, മദറുണ്ട്. വൈഫും മദറും ഈക്വൽ ഷെയർ, 50-50. മറ്റേത് സിബ്ലിംഗ്സ് ആണ്, ഇത് മദറാണ് വരുന്നത്. മദറിന് ഈക്വൽ ഇൻഡിപെൻഡന്റ് കപ്പാസിറ്റിയാണ്. ക്രിസ്ത്യൻ ഫാമിലിയിൽ മക്കളുണ്ടെങ്കിൽ പാരന്റ്സിന് റോളില്ല, മക്കളും വൈഫുമാണ്. ഹിന്ദു റിലീജിയനിൽ അമ്മയുണ്ട്, മക്കളുണ്ടെങ്കിൽ മക്കൾക്കും കിട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ട്, മക്കൾക്കും വൈഫിനും അമ്മയ്ക്കും കിട്ടും. അത് എങ്ങനെയാ അതിന്റെ റേഷ്യോ? ഈക്വൽ. മുസ്ലിം റിലീജിയനിൽ വൈഫും ഉണ്ട്, മകളുമുണ്ട്. വൈഫും മകളും ഉണ്ടെങ്കിൽ മുസ്ലിം വൈഫ് ഗെറ്റ് ഓൺലി 12.5%. നമുക്കൊരു വിഡോ ആയിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി യു ഷുഡ് റൈറ്റ് എ വിൽ. കുട്ടികളില്ലാത്തവർ, സ്പെഷ്യൽ നീഡ് ചൈൽഡ്, മൈനേഴ്സ്, ഇവരെല്ലാവരും തന്നെ വില്ല് മാൻഡേറ്ററി ആയിട്ട് എഴുതണം.